നമസ്കാരം. ഒത്തിരി നാളായല്ലേ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. അതിനൊരു കാരണമുണ്ട്, ഞാൻ വഴിയേ പറയാം. നമ്മുടെ കൃഷിത്തോട്ട മുഴുവനും കാടൊക്കെ പിടിച്ചു. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വേനലായണം ചെടികളൊക്കെ ഭയങ്കരമായിട്ട് കരിയുന്നു. വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയ അന്നേരം ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ പുറയിൽ ആ കാണുന്നത് ഞങ്ങളുടെ തറവാടാണ്. അതായത് പഴയ അറയൻ നിരയാണ്. ഏതാണ്ട് ഒരു 200 വർഷത്തോളം പഴക്കമുണ്ട് ആ പെരയ്ക്ക്. കാരണം ഞങ്ങളുടെ തലമുറ വെച്ച് നോക്കിയാൽ തന്നെ അത്രയും തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു അതിശയമുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്തല്ലേ നമ്മൾ വാർക്ക ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ അന്നത്തെ കാലത്തെ വാർക്കയുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം നിങ്ങളെ. ഈ തടി വീടിൻ്റെ നിർമ്മാണത്തിൽ ആണി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എല്ലാം പൊഴിച്ചു കൂട്ടിയുള്ള പണികളാണ്. ഈ തടി കമ്പകമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചെതല് പിടിക്കത്തില്ല. എന്നാൽ മഴ പെയ്ത് വെള്ളം പിടിക്കുമ്പം ആ ഈർപ്പം കൊണ്ട് ചെതലവിടെ വരും. അതായി കാണുന്നു. പണ്ട് ഈ കൊള്ളക്കാർ വീടിൻ്റെ മുകളിൽ തീയിട്ട് ആളുകളെ ഭയപ്പെടുത്തി വീട് കൊള്ളയടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തീഭയം തീർത്ത് പണിത വീടാണ്. അതാണ് ഈ വാർക്ക. എങ്ങനെ ഉണ്ടായിരുന്നു? ഭീകരല്ലേ? അത് ഭയങ്കര രസമാണ്. അതിൻ്റെ അടിയിൽ വെള്ളമൊക്കെ വരുന്നൊരു സംഗതിയൊക്കെ ഉണ്ട്. അതായത് ആ അറയും നേരയ്ക്കും അത്രയും അളവിൽ താഴെ മഴ വരുമ്പോൾ വെള്ളമൊക്കെ വരും. അപ്പോൾ ആ പഴയ ചെമ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇറങ്ങി അതിൻ്റെ അകത്ത് നീന്തി പോവാം. ഒത്തിരി പ്രത്യേകതകളുള്ള. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടപ്പം ഓടിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. മുഖമെല്ലാം ആകെ പ്രാകൃതമായല്ലേ, പക്ഷേ ഓട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും വരാതെ നമുക്ക് ഈ പറമ്പൊക്കെ ഒന്ന് ശരിയാക്കി ഉഷാറാക്കി എടുക്കാം. ഓക്കെ. ഇപ്പം നമ്മുടെ ആ വീടിൻ്റെ മോള് വശം ഇന്നലെ കണ്ടതിൻ്റെ മറുവശം ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് ആ കോൺക്രീറ്റിങ് നന്നായിട്ട് കാണാം. ഇതുണ്ടോ? ഇതൊരു തൂണ് പോലെയല്ലേ അല്ലേ? അതേലും വെയിറ്റ് ഒരു നടുക്കുണ്ട്. തടിയുടെ പട്ടിക മാറ്റിയിട്ട് സ്ക്വയർ പൈപ്പ് ആക്കി. 3/4 ഇഞ്ച് നമ്മുടെ 18 ഗേജ്. ഇതൊക്കെയാണ് ഇവിടെ ഇരുന്ന പട്ടികൾ. ഇത് തേക്കിൻ്റെ ആണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഇത്രയും വർഷമായില്ലേ, 10-200 വർഷമായപ്പോഴത്തേന് അതെല്ലാം ചേതലൊക്കെ കുറേ കഴിച്ചു. അങ്ങനെ ഇതിനും തടിയടിക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റലേനെ തിരഞ്ഞെടുത്തത്. ഒരു കോൽ പട്ടിക എന്ന് പറയുമ്പോൾ 2.5 അടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കിയാൽ ഏകദേശം 250 രൂപയോളം പട്ടികയ്ക്കാവും. നമുക്ക് പൈപ്പിനായത് 350 രൂപയാണ്. അതുപോലെ നമ്മളിവിടെ സാധാരണ ആണിയല്ല ഉപയോഗിച്ചത്. നമ്മൾ സ്റ്റീലിൻ്റെയും കോൺക്രീറ്റ് ആണിയാണ് ഉപയോഗിച്ചത്. ഇത് സ്റ്റീലാണിയാണ്. കോൺക്രീറ്റ് ആണി ഞാൻ കാണിക്കാം. ഇതാണ് ആ പറഞ്ഞ കോൺക്രീറ്റ് ആണി, 2 ഇഞ്ചിൻ്റെ. നമ്മൾ പലയിടത്തും ഓട് വിരിച്ചിരിക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗി തോന്നില്ല, നല്ല നൂല് കെട്ടിയ പോലെ. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യമാണ് പുള്ളി ഇപ്പോൾ വെച്ചിരിക്കുന്ന തടിയുടെ ഒരു ആയുധം. അത് ഓരോ വീട്ടിലും വരുമ്പോൾ അവിടുത്തെ ഓടിനനുസരിച്ച് ഇവർ തന്നെ ഉണ്ടാക്കുന്ന. അതുപോലെ ഈ കമത്തോട് കണ്ടോ? ഈ കമത്തോടിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാം. വളഞ്ഞുള്ള, ഇപ്പോൾ ഉള്ളതാണെങ്കിൽ ഷാർപ്പായിട്ട് വി ഷേപ്പാണ്. ഈ പഴയ കമത്തോടുകളാണ് ഈ ഷേപ്പിലിങ്ങനെ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നല്ല ക്യൂട്ടാണ് കാണാൻ. അല്പം റിസ്ക് ഒന്ന് എടുക്കാൻ പോവുക. കിളിവാതിൽ കാണിക്കാൻ. ഇതാ വീടിൻ്റെ കിളിവാതിലേ. ഇത്രയും അടുത്ത് വന്നാലേ കാണിക്കാൻ പറ്റും. അയ്യോ, എൻ്റെ റിസ്ക് അല്പം കൂടിപ്പോയി. എന്നാലും സാരമില്ല, കുറച്ചുകൂടെ അടുത്തുള്ളൊരു വ്യൂ എടുക്കാൻ നോക്കാവേ. ഇത് ആ കാണുന്ന തട്ടുംപുറത്തെ ഇതിൽ നിന്നുള്ള ഇതും അതിൻ്റെ പുറത്ത് ഇതുപോലെ ഒരു മുഖപടവും ഉണ്ട്. ഇതാ കിളിവാതിലാണ്. അവിടെ കണ്ടതിൻ്റെ ഇപ്പുറത്തെ വശമാണ് ഉണ്ട്. തട്ടുംപുറം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ തട്ടുംപുറത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇതിൻ്റെ സ്ലോപ്പും ഉണ്ട്.
1999 AD എന്ന് കാണിക്കുന്ന വർഷമാണോ? ഈ ഓട് കണ്ടോ, ഓടിൻ്റെ വർഷം ഇത് എന്ത് ചെയ്തിട്ട് കാണിക്കവേ. ഇതിൻ്റെ അടുത്തതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നല്ല വ്യക്തമായിട്ട് കാണും. 1909 ആ വർഷത്തിലുള്ള ഓട. മേ ബി അതിന് മുമ്പേ വേറെ മേച്ചിലായിരിക്കാം, പുല്ലോ ഓലയോ വല്ലോ ആയിരിക്കാം. ഓടാക്കിയത് ഏകദേശം ആ വർഷമാണ്. പട്ടികയെല്ലാം മാറ്റി എല്ലാം സ്ക്വയർ ടൈപ്പ് ആക്കി താഴെ വരെ. അപ്പോൾ ഇനിയിപ്പം ഈ ഓടെല്ലാം അതുകൊണ്ട് മേഞ്ഞാൽ മതി. അപ്പുറത്തെ വശം മേഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുഖപടത്തിൻ്റെ വശവും രണ്ട് വശവും ചെയ്യാനുണ്ട്. ഈ ഓടൊക്കെ പൊളിക്കുന്ന സമയത്ത് നമുക്കിത് കാണാൻ പറ്റത്തുള്ളേ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉള്ള സമയം കൊണ്ട് മറ്റ് തിരക്കുകളാണ്. എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ സഹായിക്കത്തില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം അടുത്ത വീഡിയോ കാണാം. നല്ല തലക്കടിക്കുന്ന വെയിലാണ്, നട്ടുച്ചയായി. ഇപ്പോൾ അവർ ഓടൊക്കെ ഇട്ടതിൻ്റെ ഒരു പടോടെ ഞാൻ എടുക്കാം. ഭയങ്കര വെയിൽ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, കൈയൊക്കെ പൊള്ളുക. അപ്പോൾ ഓക്കെ, ബൈ.